العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. السلام عليك أيها النبي ورحمة الله وبركاته. أما بعد يا ربنا بجاهه إليك يا ربنا بجاهه لديك إن توسلنا به إليك يا ربنا بجاهه لديك إن توسلنا به إليك معتمدين ربنا عليك وطالبين الخير من يديك يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ربنا ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹോദര സഹോദരിമാര്, പ്രിയപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ പുറത്തു തരണമല്ലോ. നിന്റെ തൃപ്തി കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലോ. ഇനി ഞങ്ങൾ അവസാനത്തെ മജ്‌ലിസാക്കാതെ ഒരുപാട് മജാലിസുകളിൽ പങ്കെടുക്കാൻ തൗഫീഖ് തരണമല്ലോ. ബഹുമാനപ്പെട്ട നൂറുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ എത്തിയതായി നാം അറിഞ്ഞുവല്ലോ സുഹൃത്തുക്കളെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ മകനാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ പ്രവാചകനാണ്, വലിയ പദവിയുള്ളവരാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ടാമതുണ്ടായ മകനാണല്ലോ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നാം ചരിത്രം പഠിച്ചവരല്ലേ സുഹൃത്തുക്കളെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുചരിത്രങ്ങളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് നമുക്കങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ മകനാണ് ഖൈബാർ. സാധാരണ കേട്ട് പരിചയമുള്ള പേരല്ല. ഖൈബാർ എന്ന് പറയുന്ന മകനാണ് ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ. ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു ഫൗസ്വാഹു ബിദീനില്ലാഹി തആല വസുന്നതിഹി വഅംരിഹി അല്ലാ യദഅൻ നൂറ ഇല്ലാ ബി അത്ഹരി നിസാഇൽ ആലമീൻ. മോനെ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കണം. അല്ലാഹുവിന്റെ പ്രകാശം നിന്നിലുണ്ട് മോനെ. ഇസ്മാഈൽ നബി അലൈഹിസ്സലാം ഖൈബാർ എന്ന് പറയുന്ന മകനോട് പറയുന്ന അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു നൂറ് നിന്നിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും നല്ല സ്ത്രീകളിലല്ലാതെ നീ സൂക്ഷിക്കാൻ ഏൽപ്പിക്കരുതേ.
പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധയായ സ്ത്രീയെ അല്ലാതെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഖൈദാർ എന്നവര് മനസ്സിലാക്കി. ഉപ്പ പറഞ്ഞതിന്റെ താല്പര്യം എളാപ്പയാകുന്ന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ കെട്ടണവുമാണ്. ഏറ്റവും നല്ല പരിശുദ്ധന്മാര് പരിശുദ്ധകളാണവർ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ മകന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഖൈദാറാണ്. അവർക്ക് പറ്റിയ ഒരു ഇണയെ ലഭിക്കണം. എവിടെയാണ് ഇണയുണ്ടാവുക? ഉപ്പ നല്ല സ്ത്രീകളെ കെട്ടാനല്ലേ പറഞ്ഞത്? അത് എളാപ്പാന്റെ മക്കള് തന്നെയല്ലേ ഉണ്ടാവുക? എളാപ്പ വലിയ പ്രവാചകനാണല്ലോ. അതുകൊണ്ട് അവരിൽ നിന്ന് ഒരു കല്യാണം കഴിക്കാം എന്ന് മനസ്സിലാക്കി എളാപ്പ എന്റെ മകളെ കല്യാണം കഴിച്ചു ഖൈദാറ്. മക്കളുണ്ടാവുന്നില്ല. രണ്ടാമതും കഴിച്ചു, മൂന്നാമതും കഴിച്ചു. യാ റബ്ബി ലകൽ ഹംദ് ഫതസവ്വജ മിൻഹുന്ന 80 ഇംറഅതൻ. 80 കല്യാണം കഴിച്ചു, 80 കല്യാണം കഴിച്ചു. എന്താ പറഞ്ഞേ? ആരോ പറയുന്നുണ്ട് ഒന്നിനെ കൊണ്ട് എന്നെ കുടുങ്ങിയിരിക്കുക. എന്നിട്ടല്ലടോ 2, എന്നിട്ടല്ലേ 8, എന്നിട്ടല്ലേ 80. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ ഭാര്യമാരൊക്കെ നല്ലവരാക്കി തരണമല്ലോ. ഞങ്ങളുടെ മക്കളെ നീ ഉയർത്തണമല്ലോ. ഈ കൂട്ടത്തിൽ ഭാര്യമാരെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാവും. ചിലപ്പോ അവരുടെ ഭാര്യമാരൊക്കെ നല്ല ഭാര്യമാരാക്കണമല്ലോ. ഡാൻസ് കളിക്കുക, എല്ലാത്തിനെയും പിടിച്ചവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. നിങ്ങൾ കാണുന്നില്ല, പിടിച്ചിരുത്തല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. മജ്‌ലിസ് വൃത്തികേടാക്കി വന്ന് ഇരുന്ന് പിന്നെ അങ്ങോട്ടോടി ഇങ്ങോട്ടും ഓടി. ആ വലിയവരെ ശ്രദ്ധിക്കണം. നല്ല മജ്‌ലിസ്. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ മജ്‌ലിസ് ലോകത്ത് നിന്ന് പലരും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെട്ടാണോ നോക്കണ്ട. ഇത് ആയിരക്കണക്കിന് ആളുകൾ ഈ മജ്‌ലിസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മജ്‌ലിസ് കേൾക്കുന്നുണ്ട്. ഇതിന്റെ പ്രമേയങ്ങൾ അവർ വായിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവരതിൽ വലിയ സന്തോഷമുള്ളവര്. സുഹൃത്തുക്കളെ, നമുക്ക് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരുടെ ബറക്കത്ത് കൊണ്ട് നന്മ നൽകട്ടെ. ഖൈദാർ മനസ്സിലാക്കി എളാപ്പാന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം. അങ്ങനെ 80ഓളം കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല, അവരെ കൂടെ 200 കൊല്ലം താമസിക്കുകയാണ്. നമ്മളെ പോലെ 20, 40, 60 വയസ്സൊന്നും അല്ല. ഞമ്മക്ക് 50 എന്നെ നാട് ഒടിഞ്ഞ്, 40 കാലൊടിഞ്ഞ്, 60 കണ്ണും മൂക്കും ഒന്നുമില്ല. ഇങ്ങനത്തെ അവസ്ഥയിലായി ഇപ്പൊ നമ്മളുണ്ട്. അല്ലാഹുവേ, നല്ല ആരോഗ്യം തരണം പഠിച്ചവരെ. ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാ. നല്ല ആരോഗ്യം തരണമല്ലോ. ഞങ്ങളുടെ സദസ്സിൽ വളരെ ക്ഷീണത്തോടെ വന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമല്ലോ. ഞങ്ങളെ നീ മരുന്നില്ലാതെ ജീവിക്കാൻ പര്യാപ്തമാക്കണമല്ലോ. ബിജാഹിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അങ്ങനെ 200 വർഷങ്ങൾ അങ്ങനെ പോയി. ലാ യഹ്മില്ല വലാ യലിദന ലഹു വലദാ. ഒരൊറ്റ പെണ്ണും പ്രസവിക്കുന്നില്ല, ഗർഭിണിയാവുന്നില്ല, മക്കളെ കിട്ടുന്നില്ല. പടച്ചോനെ, ഇതെന്താണ് സംഭവം? ഇത്രയധികം കല്യാണം കഴിച്ചിട്ടും മക്കളെ കിട്ടുന്നില്ലല്ലോ. فبينما هو ذات يوم راجع من صيده إذ نادته زمر الوحوش والطير والسباع من كل مكان بلسان الآدميين. വേട്ടയാടി വരികയാണ്. പഴയ ആളുകളൊക്കെ വേട്ടക്കാരാണല്ലോ, നിങ്ങൾക്ക് അറിയുമല്ലോ. നിങ്ങളുടെ ഉപ്പാപ്പമാരൊക്കെ വലിയ വേട്ടക്കാരായിരിക്കും. കടൽക്കരക്ക് പോയിട്ടും കാട്ടിൽ പോയിട്ടും മലമുകളിൽ പോയിട്ടും വേട്ടയാടുന്നവര്. ഒന്നുമില്ലെങ്കിൽ മോല് പിടിക്കാത്ത ആരും ഉണ്ടാവില്ല ഈ കൂട്ടത്തില്. അങ്ങനെ വേട്ടയാടുന്ന പരിപാടിയുണ്ട്. അതൊക്കെ അക്കാലത്തുള്ള സ്വഭാവമാണ് സുഹൃത്തുക്കളെ. വേട്ടയാടൽ അന്ന് അനുവാദമുള്ള വിഷയമാണ്. നല്ല ജീവികളെ തിന്നാൻ കിട്ടും. ഇദ്ദേഹം വേട്ടയാടി തിരിച്ചു വരികയാ. തിരിച്ചു വരുന്ന സമയത്ത്
നിങ്ങൾ നോക്കി എന്തൊരു അത്ഭുതം നടക്കുന്നത്. ഖൈദാറ് വേട്ടയാടി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഇതിനകത്തൊരു വന്യമൃഗങ്ങള്, സിംഹങ്ങളുണ്ട്, കരടിയുണ്ട്, കാട്ടുപോത്തുണ്ട്, പല ജീവികളുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യ ഭാഷയിൽ സാധാരണ മനുഷ്യന്മാർ അന്ന് സംസാരിക്കുന്നത് പോലെ വന്യജീവികൾ വിളിക്കുകയാണ്. വയസ്സ് കുറെ തീർന്നു പോയല്ലോ. കളിയും ചിരിയുമായി ഇങ്ങനെ ജീവിക്കുകയാണോ താങ്കൾ? ഭൗതികമായ ലോകത്തിന്റെ പടപടപ്പിൽ ഇങ്ങനെ അലക്ഷ്യമായി ജീവിക്കുകയാണോ താങ്കള്? എന്താ താങ്കളുടെ കഥ? എന്താ ചിന്തിക്കേണ്ടത്? താങ്കളിലുണ്ടല്ലോ നൂറെ മുഹമ്മദ്, താങ്കളിലുണ്ടല്ലോ നൂറുൽ മുസ്തഫ. ഇതെവിടെ നിക്ഷേപിക്കണമെന്ന് എന്തുകൊണ്ടാ ചിന്തിക്കാത്തത്? താങ്കൾ ഇങ്ങനെ വേട്ടയാടി കളിയും ചിരിയുമായി ജീവിച്ചാ പോരാ, ഇങ്ങനെ ജീവിച്ചാ മതിയോ? വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ആരാ പറയുന്നത്? പള്ളിയിലെ ഉസ്താദല്ല, പള്ളിയിലെ ഖതീബല്ല, കാട്ടിലെ വന്യജീവികള്, കാട്ടിലെ വലിയ വലിയ ജീവികള്, സിംഹങ്ങളും കരടികളും അദ്ദേഹത്തോട് പറയുകയാ. അതുകൊണ്ട് ഇത് പറ്റൂല. നൂറുൽ മുസ്തഫ നിക്ഷേപിക്കാൻ പറ്റിയ കേന്ദ്രം കണ്ടുപിടിക്കണം. ഖൈദാറേ സല്ലല്ലാഹു ഖൈദാർ അതോടുകൂടി ആകെ ആശങ്കാകുലനായി. നേർച്ചയാക്കി, ഇനി എനിക്ക് വെള്ളം പറ്റൂല, എനിക്ക് ഭക്ഷണം വേണ്ട. ഞാൻ എന്താണ് കേട്ടത്? ഞാൻ എന്താണ് ഇപ്പോൾ കേട്ടത്? വന്യമൃഗങ്ങളാണല്ലോ എന്നോട് മനുഷ്യ ഭാഷയിൽ സംസാരിച്ചത്. എന്താണ് ഇതിന്റെ പൊരുള്? എനിക്കറിയണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. ഇതിന്റെ രഹസ്യം അറിയാൻ വേണ്ടി ഞാനിത് ഒഴിഞ്ഞിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുന്ന മധ്യേ അദ്ദേഹം കാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോ മനുഷ്യ രൂപത്തിൽ ഒരു മലക്ക്, മനുഷ്യ രൂപത്തിൽ ഒരു മലക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, ഓ ഖൈദാറേ, താങ്കളിൽ നൂറുൽ മുസ്തഫയുണ്ട്. നൂറുൽ മുസ്തഫ ബിനൂരി റസൂലില്ലാഹി. താങ്കളിൽ നൂറുൽ മുസ്തഫയുണ്ട്. അതെവിടെ നിക്ഷേപിക്കേണ്ടതെന്ന് അറിയോ താങ്കള്? നബിയുടെ പെൺമക്കളല്ലാത്തവരിൽ നിക്ഷേപിക്കണം. ഇസ്ഹാഖ് നബിയുടെ മക്കളാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അവരിൽ നിക്ഷേപിക്കാൻ പറ്റില്ല, അത് നിക്ഷേപിക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെ വരുന്നിട്ട് നോക്കിയിരുന്നിട്ട് എന്തൊരു അമ്മമാരാന്നറിയോ ഈ അമ്മമാരൊക്കെ. പഠിച്ചവനെ അള്ളാഹുവെ, ഐറ്റിങ്ങളൊക്കെ നന്നാക്കണോ അമ്മോ, നിങ്ങളുടെ മക്കളെയൊക്കെ നന്നാക്കണം പഠിച്ചവനെ, നിങ്ങളുടെ മക്കളെയൊക്കെ നന്നാക്കണം പഠിച്ചവനെ. നന്നായി ജീവനിരുന്നാലും നന്നായി വാത് കേൾക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണം പഠിച്ചവനെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. മലക്ക് വന്നിട്ട് പറയുന്നു, ഓ ഖൈദാർ, പരിപാടി പറ്റില്ല. നൂറുൽ മുസ്തഫ നിക്ഷേപിക്കേണ്ടത് ഇസ്ഹാഖ് നബിയുടെ പെൺമക്കളിലല്ല, അതിന് വേറെ കേന്ദ്രമുണ്ട്, കേന്ദ്രമുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോ. അദ്ദേഹം നിർദ്ദേശപ്രകാരം എന്തോ ഒരു ഉൾവിളി എന്ന് ഞാൻ ചുരുക്കി പറയട്ടെ, ഒരു ഉൾവിളി എന്ന് ഞാൻ ചുരുക്കി പറയട്ടെ. അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുകയാ, മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുകയാ. ഉറങ്ങുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, ഖൈദാറേ, നിങ്ങളിൽ അന്നഹാദൻ നൂറല്ലദീ ഫീ വഹരിക ഹുവല്ലദീ ഫതഹ അല്ലാഹു ബിഹിൽ ഉമൂറ കുല്ലഹാ വഖലഖ ദുനിയ വൽ ഖൽഖ നൂറൻ മിൻ അജ്ലിഹി. ഓ ഖൈദാർ, താങ്കളിൽ ഒരു നൂറുണ്ട്. ആ നൂറിന്റെ കാരണം കൊണ്ടാണ് പ്രപഞ്ചത്തെ മുഴുവനും അല്ലാഹു പടച്ചിരിക്കുന്നത്. ലൗലാഹു ലമാ
تكونت الأكوان ولا تعينت الأعيان. മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ മുത്തനബിയുടെ നൂറെങ്ങാനും ഇല്ലായിരുന്നുവെങ്കില് ഒന്നും ലോകത്തുണ്ടാകുമായിരുന്നില്ല. ആ നൂറിന്റെ കാരണം കൊണ്ടാണ് പ്രപഞ്ചത്തെ പടച്ചത്. മക്കളെ, നമ്മളെ എല്ലാരെയും പടച്ചത്, നിങ്ങളുടെ ഉപ്പാനെ അടക്കം പഠിച്ചത്, നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും വീടും ഒക്കെ പഠിച്ചത് ഒക്കെ നൂറുൽ മുസ്തഫ കൊണ്ടാ. മക്കളെ, കളിക്കരുത്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ, ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണേ. മക്കളെ, കളിയൊക്കെ കളി അവസാനിച്ചു പോകും. ഈ കളിയൊന്നും കളിയല്ല, കളിയായൊരു കളിയുണ്ട്, മരണമെന്നൊരു കളിയുണ്ട്, ഖബർ എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്. അങ്ങനെ കളി പലതുണ്ട്. മക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുലൈമാൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ വലിയനെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന്റെ അടുത്ത് കിടക്കുന്നുണ്ട്, പുതിയ വയൽ കിടക്കുന്നുണ്ട്. വലിയ മഹാന, നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ടോ? ആ മഹാൻ മക്കള് കളിക്കുന്നത് കണ്ടപ്പോ നടന്നിങ്ങനെ പോകുമ്പോ മക്കളോട് പറഞ്ഞു, മക്കള് പന്ത് കളിക്കുകയാ, പന്ത് കളി വീരന്മാരാണ് അവരോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഒരു കുട്ടിക്കും സലാം മടക്കാൻ സമയമില്ല. ഒരു കുഞ്ഞുമോൻ സലാം മടക്കിയപ്പോ ആ കുഞ്ഞുമോനോട് പാടി, മക്കളെ, കുട്ടി ശ്രദ്ധിച്ചോ, ഈ കളിയൊന്നും കളിയല്ല, കളി പലതുണ്ട്. മക്കളെ, മരണമെന്ന് പറയുന്ന കളിയുണ്ട്. രക്ഷിതാക്കളെ, നമ്മുടെ പഞ്ചാബി കളിയൊന്നും കളിയല്ല തോന്നിപ്പോകണ്ട. ഇവിടുത്തെ വീരന്മാരൊക്കെ വീരന്മാരാണെന്ന് തോന്നിപ്പോകണ്ട. നമുക്ക് മരണമുണ്ട് കേട്ടോ, ഖബറുണ്ട് കേട്ടോ, മഹ്ശറയുണ്ട് കേട്ടോ. നമ്മളെ പിടിച്ചു മുറുക്കി വലിച്ചെറിയുന്ന ദിവസം വരാനിരിക്കുന്നു. മക്കളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടോ. അല്ലേ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്, മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പെട്ടെന്നല്ലേ ബാത്റൂമിൽ കുളിക്കാൻ കയറിയത്, വാതില് തുറക്കുന്നില്ല. ചെവിട്ടി പൊളിച്ചു നോക്കിയപ്പോൾ അവിടെ മരിച്ചു വീണിരിക്കുന്നു. മോനെ, ഇത് എന്റെയും നിന്റെയും മുന്നിലുള്ള ചരിത്രമാണ്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രമല്ല. നിത്യവും പത്രഭാഷയാണിത്, എല്ലാ ദിവസവുമുള്ള പത്രഭാഷയാണിത്. നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ ചുടുരക്തമൊലിക്കുന്ന എന്റെ മക്കളെ പെട്ടെന്ന് മരിച്ചു വീഴുന്നത്. റബ്ബന, ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് ദീർഘായുസ് തരണമല്ല, ഞങ്ങളുടെ മരണം നിന്റെ ഹൃദയിലാക്കണമല്ല. ഗൾഫിലേക്ക് പോകാൻ എയർപോർട്ടിൽ എത്തിയതാ, കൊറോണ ടെസ്റ്റ് കഴിഞ്ഞ് യാത്രക്ക് പാസ് ലഭിച്ചതാ, ബോർഡിംഗ് പാസ് ലഭിച്ച പോലെ പെട്ടെന്ന് അവിടെ വന്ന് സീറ്റിലിരുന്നതാ, കുഴഞ്ഞു വീണുപോയി, മരിച്ചുപോയി. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാക്കണമല്ല. നിസ്കരിക്കാതെ നീ ഉറങ്ങി മോനെ, സ്വഹരി നിസ്കാരം നിനക്കില്ല മോനെ, ഖളാക്കിയിട്ട് ഉറങ്ങി മോനെ, നിസ്കരിക്കാതെ നീ ഉറങ്ങി മോനെ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിച്ചു മോനെ, റബ്ബിന്റെ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കാൻ നിനക്ക് തോന്നിയില്ല. നിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് രാവിലെ പോകുന്ന പോലെ നിനക്ക് പള്ളിയിൽ വരാൻ തോന്നിയില്ല. എന്താണ് നിന്റെ കളി? എവിടെയാ നിന്റെ കളി അവസാനിക്കുക? റബ്ബിന്റെ നോട്ടം നിന്റെ നേരെ ഇല്ലേ? അസ്രായീൽ നിന്നെ നോക്കുന്നില്ലേ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബോധം തരണം റഹ്മാനേ. നമ്മുടെ മുന്നിലുള്ള ചരിത്രമോ. അതുകൊണ്ട് മക്കളെ, ഒരുങ്ങിക്കോ, എപ്പോഴും ഒരുങ്ങിക്കോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കൂടുതൽ തഖ്വ ചെയ്യാൻ തൗഫീഖ് തരണം പടച്ചോനെ, കൂടുതൽ അമൽ ചെയ്യാൻ ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളുടെ അമലുകളുടെ കഥ എന്താ? ശരിയായ അമലാക്കി തരണം റഹ്മാനേ. പ്രിയപ്പെട്ടവരെ,
മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുകയാ, മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുകയാ. അപ്പോഴാണ് ആരോ വിളിച്ചു പറയുന്നത്, കൈതാറേ, അല്ലാഹു പ്രപഞ്ചത്തെ മുഴുവനും പടയ്ക്കാൻ കാരണക്കാരായ ആ ഒരു പ്രകാശം താങ്കളിൽ ഇപ്പോൾ ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അറബി പെൺകുട്ടികളെ അന്വേഷിക്കണം, അറബി പെൺകുട്ടികളിലെ അത് നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഇങ്ങോട്ട് വരികയാണ് പ്രകാശം, അറബികളിലേക്ക് വരികയാണ് ഈ പ്രകാശം. എന്റെ പ്രിയപ്പെട്ടവരെ, അതോ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെൺമക്കളിൽ ആ പ്രകാശമില്ല. നിങ്ങൾക്കറിയില്ലേ ചരിത്രം? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂത്തമകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ഒരൊറ്റ നബിയും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇസ്മായിൽ നബിയുടെ മകൻ ഖൈദാറാണെന്ന്. അദ്ദേഹം നബിയല്ല, പിന്നെ വന്നു, പിന്നെയും വന്നു, പിന്നെയും വന്നു. അങ്ങനെ നൂറുകണക്കിനാണ് വന്നു. ഒരു നബിയും അക്കൂട്ടത്തിലില്ല, ആയിരക്കണക്കിനാണ് വന്നു. ഒരു നബിയും അക്കൂട്ടത്തിലില്ല. നേരെ മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ എന്ന്. ഇസ്രായേൽ ഇസ്രായേൽ ദേഷ്യം വരികയാണ്. ഇസ്രായേലിന്റെ കോടതിന്റെ നിയമം വന്ന് പ്രഖ്യാപനം വന്നില്ലേ? ഇപ്പോൾ മസ്ജിദുൽ അഖ്സയെ പറ്റി ഉമ്മത്തിനെ നീ കാക്കണേ അല്ലാ. മസ്ജിദുൽ അഖ്സ നീ മുസ്ലിം കരങ്ങളിൽ ഉറപ്പിക്കണേ പടച്ചോനെ. ഫലസ്തീൻ അതോറിറ്റിയിൽ തന്നെ അത് നീ ഉറപ്പിക്കണം പടച്ചോനെ. അതിനെ കൈകാര്യം ചെയ്യാൻ ഇസ്രായേൽ ആകുന്ന ജൂതരാഷ്ട്രത്തെ നീ അനുവദിക്കല്ലേ. ഏത് ഭൗതിക കോടതിയും ലോക കോടതിയും തീരുമാനിച്ചാലും, ഇസ്രായേലിന്റെ സുപ്രീം കോടതി തീരുമാനിച്ചാലും, അല്ലാഹുവേ ഞങ്ങളുടെ കേന്ദ്രമല്ലേ, ലോകത്തുള്ള കോടാനുകോടി പള്ളികളിൽ മൂന്നാം സ്ഥാനത്തുള്ള പള്ളിയല്ലേ മസ്ജിദുൽ അഖ്സ. അതിന്റെ അത് ജൂതന്റെ കയ്യിൽ ഏൽപ്പിക്കല്ല പടച്ചോനെ. മുസ്ലിം ഉമ്മത്തിന് നിസ്കരിക്കാൻ, ജുമുഅ നടത്താൻ അവരുടെ കയ്യിൽ നീ പൂർണ്ണമായും അത് ഏൽപ്പിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. ഇസ്ഹാഖ് നബിയുടെ മകന്റെ പേരാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിന്റെ പേരാണ് ഇസ്രായേൽ എന്ന്. ആ പരമ്പരയാണ് ബനൂ ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ പരമ്പരയിൽ പിന്നീട് വന്നത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ പരമ്പരയിൽ വന്ന മഹാനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള 14,000 നബിമാര്. അവസാനം വന്ന നബിയാണ് സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. കണ്ടില്ലേ? ആ പരമ്പരയിലാണ് നബിമാര് മുഴുവനും വന്നത്. ഇസ്മാഈൽ നബിയുടെ പരമ്പരയിൽ ഒരു നബിയും ഇല്ല. അവസാനം വന്ന നബിയാ റസൂലാ മുത്തഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളുടെ ചരിത്രം പഠിക്കണം, ബോധം ശരിക്ക് വേണം. മുത്തുനബി ആരാന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ കേൾക്കുന്നത് വലിയ തൗഫീഖിന്റെ ഇൽമാണ്, വലിയ സൗഭാഗ്യമുള്ളവരാണ്. ഹബീബായ തങ്ങളെ പറ്റി കേൾക്കുന്നത് വലിയ ഇബാദത്താണ്. വറഫഅനാ ലക ദിക്റക, ഓ നബിയേ, തങ്ങളുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു. ഖാല അല്ലാഹു അസ്സ വജൽ, തങ്ങളുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു. وكل فرد منه في فخره منفرد صعد إلى عصره ما مثله في مجده وبره موحد لربه بسره. يا ربي صل على النبي محمد خلائق من جهنم في غدير. അറബി പെൺകുട്ടികളെ അന്വേഷിക്കണമെന്നാണ് സ്വപ്ന ദർശനം. അങ്ങനെയാണ് ആത്മീയമായ ഉൾവിളിയുള്ളത്, ഉൾവിളിയുള്ളത്. അങ്ങനെ ഖൈദാറെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ് അറബി പെൺകുട്ടികള്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഒരു സ്ത്രീയെ കൊടുക്കുന്ന മുബ്തദീനി നഫ്സിക മഅതൻ ളാഹിറതൻ മിനൽ അറബ് വൽയകുൻ ഇസ്മുഹൽ ആമിറ. ഓ ഖൈദാറെ, വേഗം അന്വേഷിക്കണം. ഒരു സ്ത്രീ അറബി പെൺകുട്ടികളിൽപ്പെട്ട പെണ്ണിനെ അന്വേഷിക്കണം. അവരുടെ പേര് ആമിറത്ത് എന്നാണ്. ആമിറ എന്ന് പറയുന്ന സ്ത്രീയെ അന്വേഷിക്കണം. ഒരു വല്ലാത്ത സന്തോഷം കൊണ്ട് തുള്ളിപ്പോയി.
വിവരം കിട്ടിയല്ലോ. കാരണം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഈ 70-80 കല്യാണം കഴിച്ചു, കൊല്ലങ്ങൾ 200 കഴിയാൻ പോകുന്നു, ഒരു കുട്ടിയും ജനിക്കുന്നില്ല. നൂറുൽ മുസ്തഫയാണെങ്കിൽ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കൈതാറ് വല്ലാതെ പ്രോജ്വലിക്കുന്ന ഒരു പ്രകാശ താരം പോലെയാണ്. ആര് കണ്ടാലും നോക്കിപ്പോകും. പക്ഷേ ഈ നൂറ് നിക്ഷേപിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് കിട്ടാത്ത ബേജാറ. ഇപ്പോൾ കാര്യം ബോധ്യപ്പെട്ടിരിക്കുമോ? അദ്ദേഹം അന്വേഷിക്കുകയാ. ബിന്ദു മാലിക്കൽ ജുർഹമി, മാലിക്കത്തവരുടെ മകളാണ്. അവരെ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് കിട്ടിപ്പോയി. സഹോദരന്മാരെ, വല്ലാത്ത സന്തോഷമായി പോയി. അവരെ കല്യാണം കഴിച്ചു. അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അതാ കൈനാറിൽ നിന്ന് തിരുപ്രകാശം ആവറയിലേക്ക് നീങ്ങിയിരിക്കുന്നു. وكل برد منه بفخره منفرد سر أهل عشره ومثله في مجده وبره موحد لربه برزقه. അവരെല്ലാവരും ഏകദൈവ വിശ്വാസികളാണ്. അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഒരു കുറവും അവർക്കൊന്നും ഇല്ല കേട്ടോ. അവരെന്നവര് പറയുന്നത് പോലെ മുത്തനബിയുടെ മാതാപിതാക്കൾ കാഫിരീങ്ങളല്ല മക്കളെ. അങ്ങനെ പറഞ്ഞു പോകണ്ട. അല്ലാഹു അവരുടെ ശബ്ദത്തെ തൊട്ട് ഈ ഉമ്മത്തിനെയും നമ്മുടെ നാട്ടിനെയും കാത്തുരക്ഷിക്കട്ടെ. ഒരൊറ്റ നെഞ്ചിലെ കൈകെട്ടുന്നത് നമ്മുടെ നാട്ടിൽ വേണ്ട. അല്ലാഹു നമ്മുടെ നാട്ടിനെ കാത്തുരക്ഷിക്കട്ടെ. വഹാബി പറഞ്ഞു മുത്തനബിയുടെ മാതാപിതാക്കൾ കാഫിരീങ്ങളാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നല്ല സരതായ യഥാർത്ഥമായ വഴികളിലൂടെയാണ് അതിങ്ങനെ തിളങ്ങി കറങ്ങി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് നീങ്ങുകയാ. അൽഹംദുലില്ലാ അവർക്ക് കുട്ടിയുണ്ടായി. വീണ്ടും ആ പ്രകാശം ഇങ്ങോട്ട് നീങ്ങി അല്ലേ. നീങ്ങി എവിടെ എത്തിയെന്നറിയോ? അല്ലാഹ് എവിടെ എത്തിയെന്നറിയോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിലേക്ക് കടന്നു വരികയാ. മുത്തുനബിയുടെ 20ാമത്തെ ഉപ്പാപ്പ അറിയാൻ നമുക്കല്ലേ? മഹത്തുബനും അതിനാലല്ലേ നമ്മൾ എന്താണുള്ളത് അല്ലേ? അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് وهاشم عبد مناف منتسب قصي كلاب مرة كعب لؤي غالب فير مالك نظر أخي كنانة خزيمة مدركة إلياس ثم مضر مدركة نزارهم عدهم عدنان ترتيبهم تبيت بيان. പണ്ട് പഠിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ എന്നാലും ഒന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ ഉപ്പാപ്പമാരാണ്. പണ്ഡിത ലോകം അങ്ങനെ രേഖപ്പെടുത്തിയില്ലേ? ആ 20 ഉപ്പാപ്പമാരിലേക്ക് എത്തുകയാണ്. നൂറുൽ മുസ്തഫ ഇനി നിങ്ങൾക്ക് അറിയണോ സുഹൃത്തുക്കളെ? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തന്നെ കഅബയിൽ എഴുതി വെച്ചിരുന്നു, മുത്തുനബിയുടെ മുഹമ്മദ് നബിയുടെ നൂറെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ നൂറ് ഏറ്റവും നല്ലവരിൽ അല്ലാതെ നിക്ഷേപിക്കാൻ പാടില്ല. നല്ലവരിലൂടെ അതിങ്ങനെ കടന്നു വരണം എന്ന് കഅബയിൽ എഴുതി വെച്ചു. അങ്ങനെ കടന്നു വന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ നിസാർ എന്ന് പറയുന്നവരിലാണ്. കടന്ന് വീണ്ടും മുന്നോട്ട് വരികയാ. എന്നവരിലേക്ക് എത്തിയപ്പോ അവരൊരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം കണ്ടപ്പോ വേഗം ജ്യോത്സ്യന്മാരടുത്ത് പോക്കാൻ അന്നത്തെ പരിപാടി. ജ്യോത്സ്യന്മാരടുത്ത് പോയി അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ജ്യോത്സ്യം പറയാണ്,
താങ്കൾ കണ്ട സ്വപ്നം സത്യമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വലിയ പ്രതാപത്തിലേക്ക്, പ്രൗഢിയിലേക്ക് താങ്കൾ കടന്നു വരികയാ. കണ്ടോ സുഹൃത്തുക്കള്, ഞാനിപ്പോൾ പാടിയ ഉപ്പാമാന പട്ടികയിലേക്ക് നൂറുൽ മുസ്തഫ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഒന്നിങ്ങനെ നോക്കിയിട്ട് അല്ലാഹു മലക്കുകളോട് പറയുന്നു, മലക്കുകളെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ആരാണിപ്പോൾ ഭൂമിയിൽ ഏറ്റവും നല്ലവരായ ആളുകൾ ആരാണ്? ഒന്ന് നോക്കി വന്നാട്ടെ. അള്ളാഹ് അറിയാൻ കിട്ടുന്നതല്ല, അള്ളാഹ് എല്ലാം അറിയുമല്ലോ. എല്ലാം അറിയുന്നവനല്ലേ റബ്ബ്. അവന് ഗോപ്യമായി അറിയാത്തത് വല്ലതുമുണ്ടോ? അവന് മറഞ്ഞു പോകുന്നത് വല്ലതുമുണ്ടോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലി അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ അള്ളാഹ് എല്ലാം അറിയുന്നതുകൊണ്ടല്ലേ അമല് ചെയ്യുന്നവന്റെ അമലെല്ലാം അള്ളാഹ് എടുക്കുന്നുണ്ടാ? ഇല്ലല്ല, നമ്മുടെ അമലെല്ലാം അള്ളാഹ് എടുക്കും. റസൂലേ, നീ അങ്ങനെ രക്ഷപ്പെടുത്തിത്താ. അള്ളാഹ് എവിടേക്കാ നോക്കുന്നത്? അള്ളാഹ് നോക്കുന്നത് ഖൽബിലല്ലേ സുഹൃത്തുക്കളെ? നമ്മളെപ്പോഴും പറയുന്നതല്ലേ, അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബ് നീ സലീമാക്കിത്താ പഠിച്ചോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ നിങ്ങൾ കേട്ടില്ലേ? ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ, വഅസ്അലുക ഖൽബൻ സലീമ. അല്ലാഹുവേ, സലീമായ ഖൽബ് നിന്നോട് ഞാൻ ചോദിക്കുന്നു. ആരായി ദുആ ചെയ്യുന്നത്? മുത്ത് റസൂലുള്ളാഹി. ആരെങ്കിലും അങ്ങനെ ദ്വാരക്കലുണ്ടോ? സാധാരണയിൽ രോഗം മാറാൻ ദ്വാരക്കും, വിദ്യാഭ്യാസം കിട്ടാൻ ദ്വാരക്കും, മക്കൾക്ക് ജോലി കിട്ടാൻ ദ്വാരക്കും, മുലയുണ്ടാകാൻ ദ്വാരക്കും, കടമ്പ് കിട്ടാൻ ദ്വാരക്കും. സലീമായ ഖൽബിന് വേണ്ടി ദ്വാരക്കലുണ്ടാ നമുക്ക് അത്ര ബോധം പോലെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാ നീ സലീമായ ഖൽബ് തരണമല്ലോ, സലീമായ ഖൽബ് തരണമല്ലോ. അല്ലാഹു എവിടേക്കാ നോക്കുന്നത്? നമ്മുടെ ഖൽബിലേക്കാണ് നോക്കുന്നത്. ആ ഖൽബിൽ ആരോടെങ്കിലും അസൂയ ഉണ്ടോ? തള്ളിയവനെ തള്ളിക്കളഞ്ഞു. അവനെ അസൂയക്കാരന് ചാൻസിൽ, കിബറുള്ളവരുണ്ടോ ആ കൂട്ടത്തില്? ചാൻസിൽ. ഫിത്ന ഉണ്ടാക്കുന്ന ശൈത്താനുണ്ടോ ആ കൂട്ടത്തില്? എനിക്കൊന്നും ഒരു ചാൻസും ഇല്ല. നമുക്ക് എന്തെല്ലാം കളിക്കാം അല്ലേ? നമുക്ക് സൗകര്യം ചെയ്തു തന്നതാ കളിക്കാൻ. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളു ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മുടെ കളി അവസാനിക്കൂലേ? ഞാനെപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. തങ്ങളുടെ വാക്ക് നിങ്ങൾ ഓർമ്മയില്ലേ? പാടി കുപ്പി വസ്തുവിനെ പോലെ കാണും എനിക്ക് കാണാൻ കഴിയുന്ന പുതുതങ്ങൾ പറയാം. അല്ലാഹു തന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കഴിവാൻ, വലിയ കഴിവാൻ. എന്റെ കൽബ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ പിന്നെ എനിക്ക് ആദ്യത്തിന്റെ ജോലി എടുക്കാൻ കഴിയുമോ? നിങ്ങൾ ഓരോരുത്തരും എന്റെ കൽബല്ലേ വായിക്കുക. ചെയ്താന്റെ കൽബിൽ എന്തെല്ലാം ഇപ്പൊ ഉള്ളത് നിങ്ങൾക്ക് തിരിയും. ഞാൻ കൂടുന്നു. നിങ്ങളെ കൽബക്കാര് എനിക്ക് കാണാൻ കഴിഞ്ഞാലോ ഹബീബിന്റെ യോഗ്യതയിൽപ്പെട്ടതാണ് ഹബീബ് കൽബ് കാണുക. എന്താ പറയാ? ഒറ്റ പള്ളിയിൽ വരുന്നുണ്ടാവില്ല, പള്ളിയിൽ വരില്ല. അപ്പുറത്തുനിന്ന് ഹബീബിന്റെ ഇറച്ചി നിന്നിട്ടാണ് കഴിക്കാൻ വരുന്നത്. എന്തൊരു ടേസ്റ്റുള്ള ഇറച്ചിയാണെന്നറിയോ? ഒരു ചെലവില്ലാതെ നല്ല മാംസം നിന്നിട്ടാണ് നിൽക്കാൻ വീട്ടിൽ വന്നിട്ട് ആനീനെന്ന് നീട്ടി വലിച്ചു പറയുന്നത്. സുഹൃത്തേ, നിന്റെ കൽബ് കാണുന്ന റബ്ബില്ലേ, നിന്റെ വിചാരണ ബാക്കിയില്ലേ? എന്തെല്ലാം നമുക്ക് തട്ടിപ്പ് നടത്താം. ഭാര്യമാരുടെ മുമ്പിൽ തട്ടിപ്പ് നടത്താം, മക്കളുടെ മുമ്പിൽ തട്ടിപ്പ് നടത്താം, ഭർത്താവിന്റെ മുന്നിൽ ഭാര്യമാരെ നിങ്ങൾക്ക് തട്ടിപ്പ് നടത്താം, എല്ലാം നടത്താം. യജമാനന്റെ മുന്നിൽ നടക്കൂല, യജമാനന്റെ മുന്നിൽ നടക്കൂല. നിന്റെ കണ്ണിന്റെ കത്തുനോട്ടമില്ലേ, അത് റബ്ബ് കാണുന്നുണ്ട്. നിന്റെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ഫിതനയില്ലേ, അത് അല്ലാഹു അറിയുന്നുണ്ട്. റബ്ബേ, നല്ല ഖൽബ് തരണമല്ലോ, നല്ല ഖൽബ് തരണമല്ലോ. ഞങ്ങളുടെ ഖൽബൊന്ന് പ്രകാശിപ്പിക്കണമല്ലോ. ഞങ്ങളുടെ ഖൽബ് നന്നായില്ലെങ്കിൽ കുടുങ്ങിപ്പോകും. റബ്ബേ, ഞങ്ങൾ നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ പല നന്മയും ചെയ്യുന്നവരാണ്. പക്ഷെ അതൊന്നും
ഒന്നും കൽബിനെ സ്വാധീനിച്ചതായി തോന്നുന്നില്ല. അതുകൊണ്ട് നല്ല കൽബ് നീ ഇഷ്ടപ്പെട്ട എളിമയുള്ള താഴ്മയുള്ള പ്രകാശമുള്ള ജ്വലിക്കുന്ന കൽബ് തന്നു ഞങ്ങളെ നീ ഉയർത്തി തരണമല്ലോ. ബിജാഹിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ.